ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം പരിശുദ്ധാത്മാവിൻ്റെ സഭയിലെ ഇടപെടലാണ്. കരിസ്മാറ്റിക് നവീകരണം പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലാണ്. ഇത് മനസ്സിലാക്കി കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ചവരാണ് കേരളത്തിലെ KST ചെയർമാൻമാർ. ദൈവത്തിൻ്റെ സ്വഭാവമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും, ദൈവത്തിൻ്റെ ശക്തിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഒരേപോലെ വ്യക്തികളിലും ക്രൈസ്തവ സമൂഹത്തിലും വളരുവാൻ ഇവരുടെ പ്രയത്നഫലമായി കരിസ്മാറ്റിക് നവീകരണത്തിന് സാധിച്ചു. 1988 മുതൽ 90 വരെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തെ ദിശ തെറ്റാതെ നയിച്ചത് ബഹുമാനപ്പെട്ട ജോർജ് കളത്തിൽ CMI അച്ഛനാണ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും നവീകരണ ദർശനങ്ങളും നമ്മെ പരിചയപ്പെടുത്തുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. നവീകരണ സമൂഹത്തിനെ പുതിയ ആകാശങ്ങൾ തേടി പറക്കുവാൻ പരിശീലിപ്പിച്ച ഒരു CMI വൈദികൻ, ഈ സമൂഹത്തിനെ തികഞ്ഞ സമർപ്പണവും അടിയുറച്ച വിശ്വാസവും ശീലിപ്പിച്ച ഇടയൻ. ഇത് ഫാദർ ജോർജ് കളത്തിൽ CMI. കേരള നവീകരണ കുടുംബത്തിലെ മുന്നണി പോരാളി. പക്വതയോടെ ഈ സമൂഹത്തിനെ നയിച്ച് ഇന്നും നവീകരണ സമൂഹത്തിൻ്റെ തണലായി നിലകൊള്ളുന്ന പുരോഹിതൻ. 1988 മുതൽ 1990 വരെ KSTയെ നയിച്ച ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹ ചൈതന്യം നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നു. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളെ വിവിധ കാലഘട്ടങ്ങളിൽ നയിച്ച KST ചെയർമാൻ അച്ഛന്മാരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ. ഈ എപ്പിസോഡിൽ മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട കളത്തിലച്ഛനോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയും അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് കളത്തിലച്ഛൻ. നവീകരണത്തിലെ തുടക്കക്കാർക്ക് മുതൽ നവീകരണത്തിലെ പഴമക്കാർക്ക് വരെ കളത്തിലച്ഛൻ വളരെ പ്രധാനപ്പെട്ട ആളാണ്. പക്ഷേ ഞങ്ങൾക്ക് കളത്തിലച്ഛൻ എന്നല്ലാതെ അച്ഛനെക്കുറിച്ച് മറ്റൊന്നും ഞങ്ങൾക്ക് പലർക്കും അറിയില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്വദേശവും അച്ഛൻ്റെ വീടും വീട്ടുകാരും ഒക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് കുട്ടനാട്ടിൽ കണ്ണാടി എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിലാണ്. എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുള്ള മാതാപിതാക്കളായിരുന്നു. എനിക്ക് 7 സഹോദരങ്ങളുണ്ട്. ഞാനാണ് മൂത്തത്. ഒരാൾ സിസ്റ്ററായിട്ട് ഇറ്റലി ജോലി ചെയ്ത് ഇപ്പം നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. മറ്റെല്ലാവരും വിവാഹിതരായി അവരുടെ ഭവനങ്ങളിൽ താമസിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കൊല്ലം LP സ്കൂളിൽ 4 കൊല്ലം പഠിച്ചു, 5 കൊല്ലം പഠിച്ചു. അതിന് ശേഷം 3 കൊല്ലം UP വേറെ സ്ഥലത്ത് പഠിച്ചു. പിന്നെ 2 കൊല്ലം പുളിങ്കന്തി പഠിച്ചു. പിന്നെ 1 കൊല്ലം മാന്നാനത്ത് പഠിച്ചു. അങ്ങനെ മാന്നാനത്തു നിന്നാണ് ഞാൻ സെമിനാരിയിലേക്ക് വരുന്നത്. അച്ഛൻ സെമിനാരിയിൽ ചേരുന്ന ഏത് വർഷമാണ് അച്ഛൻ? 1962 ഞാൻ ശരിക്കും സെമിനാരിൽ ചേരുന്നത്. പൗരോഹിത്യം സ്വീകരിക്കുന്നത് 1974 ഡിസംബർ 18. അച്ഛൻ ഈ CMI സഭ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം? എൻ്റെ ബന്ധത്തിൽപ്പെട്ട അച്ഛന്മാരുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ ഒരമ്മാവനും അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കസിൻസ് 2-3 അച്ഛന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവേ ഞാൻ ചാവറപ്പിതാവിനെ പറ്റി ഇങ്ങനെ കേട്ടിരുന്നു. ചെറിയൊരു അറിവ് എനിക്കുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ആശയം കുറെ കിട്ടിയിരുന്നതുകൊണ്ട് എനിക്കൊരു CMI സന്യാസിയാണെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പിന്നെ ഗോവേന്തയിൽ ചേർന്നത്. പിന്നീട് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത.
അച്ഛൻ കരിസ്മാറ്റിക് നവീകരണം ധ്യാനം കൂടുന്നത്, അച്ഛൻ അങ്ങനെയാണല്ലോ, കരിസ്മാറ്റിക് നവീകരണ ധ്യാനം ആദ്യമായിട്ട് കൂടുന്നത് ഏത് വർഷത്തിലായിരിക്കും? ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് സന്ധിവാതം വന്നു. 3-4 കൊല്ലം ഞാൻ സന്ധിവാതം, അച്ഛനായപ്പോഴും സന്ധിവാതം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലശ്ശേരിയിലുള്ള ഫിലോ ചേച്ചി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടുമുട്ടാനിടയായത്. മഠത്തിൽ ജോലി ചെയ്യുന്നതാണ്. അവരുടെ കിഡ്നി കേടായിട്ട് പിന്നെ പ്രാർത്ഥന വഴിയായിട്ട് പുതിയ കിഡ്നി കിട്ടിയ വ്യക്തിയാണ്. സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു പ്രാർത്ഥന വഴി കിഡ്നി സുഖപ്പെട്ടു. ആ വ്യക്തിയോട് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ചില രഹസ്യങ്ങൾ പോലും ആ ചേച്ചി എന്നോട് പറയുകയാണ്. കുറേ ഒരു 10-40 കാര്യങ്ങൾ പറഞ്ഞു. 2-3 ഒഴിച്ച് എല്ലാം ശരിയായിരുന്നു. എന്നോടൊരു കാര്യം പറഞ്ഞു, ഒരു ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ധ്യാനം കൂടാനായിട്ട് താല്പര്യം എടുക്കുന്നത്. അപ്പോൾ ഈ ചേച്ചിയെ പ്രാർത്ഥിച്ച വ്യക്തി മലയാപ്പറമ്പ് തൊമ്മച്ചനാണ്. തൊമ്മച്ചനെ കാണാൻ പറഞ്ഞു. തൊമ്മച്ചനെ കണ്ടപ്പോഴേ പറഞ്ഞു അച്ഛനൊരു ധ്യാനം കൂടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ധ്യാനം കൂടാനായിട്ട് കോഴിക്കോട് ക്രൈസ്റ്റ് കോളേജിൽ ചെന്നു. എൻ്റെ ആഗ്രഹം മുഴുവനും സൗഖ്യം കിട്ടണമെന്നുള്ളതായിരുന്നു. അപ്പം അന്ന് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങൾ വ്യാപകമാണോ? തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, അതേ സ്ഥലത്തില്ലായിരുന്നു. മാർണിങ്ങാരത്ത് അസീസിലുണ്ടായിരുന്നു, മഞ്ഞുമേലും ഉണ്ടായിരുന്നു, പിന്നെ ഉള്ളത് ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അവിടെ ധ്യാനം കൂടിയത് സൗഖ്യം കിട്ടാനാണെങ്കിലും പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയില്ല. പക്ഷേ എൻ്റെ സ്വഭാവം മാറി എന്നുള്ളതാണ്. കുറേ കൂടി ആഴത്തിൽ എനിക്ക് ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചു. എൻ്റെ വിശ്വാസം വർദ്ധിക്കാനിടയായി. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അതൊരു പ്രാർത്ഥനാ ശൈലിയിലേക്ക് എന്നെ കൊണ്ടുപോയി. നവീകരണത്തിൽ വന്നതൊരു പ്രാർത്ഥനാ ശൈലിക്ക് രൂപം കൊടുത്തു ഞാൻ. പിന്നീട് സൗഖ്യം, ശാരീരിക സൗഖ്യം പിന്നീട് കിട്ടിയോ? പിന്നീട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സൗഖ്യം പൂർണ്ണമായിട്ട് കിട്ടിയെന്ന് പറയാം. ഒത്തിരി ചികിത്സയൊക്കെ ചെയ്ത് പിന്നെയും ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് എനിക്ക് സൗഖ്യം കിട്ടുന്നത്. പക്ഷേ അതിനോട് ഒത്തിരി കാര്യം എന്നെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഈശോ ഒത്തിരി കാര്യം പഠിപ്പിച്ചു. ഏറ്റവും വലിയ പഠനമെന്ന് എനിക്ക് തോന്നുന്നത് ആകുലത ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ രോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്നതാണ്. അതെന്നെ പഠിപ്പിച്ചു. പിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എന്നെ പഠിപ്പിച്ചു. സമ്പൂർണ്ണ സമർപ്പണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് സൗഖ്യം കിട്ടാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞല്ലോ ആദ്യത്തെ ധ്യാനത്തെക്കുറിച്ച്. അച്ഛൻ സൗഖ്യത്തിന് വേണ്ടിയാണ് പോയത്. പക്ഷേ അച്ഛന് സൗഖ്യത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങളാണ്. എന്തായിരിക്കും അച്ഛന് ഈ ആദ്യത്തെ ധ്യാനത്തിൽ അച്ഛന് കിട്ടിയ ഒരു അനുഭവം എന്തായിരിക്കും? അല്ലെങ്കിൽ ഒരു ദൈവസ്നേഹാനുഭവം എന്തായിരിക്കും? ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അടുപ്പം എന്നിലുണ്ടെന്ന് എനിക്ക് തോന്നി. ദൈവം എന്നെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. അതുവരെ ഈ അത്രയും വലിയ വിഷമം എനിക്കുണ്ടായിരുന്നു. എപ്പോഴും പരാതി ഉണ്ടായിരുന്നു എനിക്ക്. ഈ രോഗം വരുമ്പോഴൊക്കെ ഞാൻ പരാതിപ്പെടുമായിരുന്നു. ഈ രോഗത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ പ്ലാനിൽപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ചിലപ്പോൾ എനിക്ക് രോഗം വന്നില്ലായിരുന്നു, ഞാൻ വേറെ രീതിയിൽ ചിന്തിച്ച് പോയേനെ. ചിലപ്പോൾ പഠിച്ചു വേറെ രീതിയിൽ കോളേജിൽ പഠിപ്പിക്കുകയോ സ്കൂളിൽ പഠിപ്പിക്കുകയോ ആയിട്ട് പോയേനെ. ഇതുകൊണ്ടുകൊണ്ട് എനിക്ക് ഈശോയുടെ അടുക്കുവാനും ദൈവവചനം പ്രഘോഷിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ഉൾക്കാഴ്ച എനിക്ക് തന്നു എന്നുള്ളതാണ്. ഈ ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ധ്യാനം തുടങ്ങുന്നത് വേറെ രീതിയിലാണ്. ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ക്രൈസ്റ്റ് ഹോളിൽ നടന്ന ധ്യാനത്തിന് അവന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാനായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് സിസ്റ്റർ ഡാഫിനി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ധ്യാനിപ്പിക്കുന്ന അച്ഛന് വരാൻ ബുദ്ധിമുട്ടുണ്ട്, വേണ്ട വർക്കിച്ചനായിരുന്നു, വർക്കിച്ചന് വരാൻ ബുദ്ധിമുട്ടുണ്ട്, അച്ഛനൊരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ എടുക്കാതിരിക്കാൻ പറ്റില്ല. പാപത്തെപ്പറ്റി ക്ലാസ് എടുക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഞാൻ കുറേ പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഈശോയോട്. ഈശോ എനിക്ക് ക്ലാസ് എടുക്കണമെന്ന് അറിയത്തില്ല, എന്നെ സഹായിക്കണമേ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ചില കാര്യങ്ങൾ എനിക്ക് പോയിന്റുകൾ കാണിച്ചു തന്നു കർത്താവ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ക്ലാസ് പിന്നെ അവർക്ക് വേണ്ടി എടുത്തു. അതൊരു അനുഭവമായിട്ട് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പോൾ എനിക്കൊരു വിശ്വാസം, ഒരു എന്താ പറയുക, ആത്മവിശ്വാസം കിട്ടി. പിന്നീട് പലപ്പോഴും വിളിക്കുമ്പോൾ ചെറിയ ചെറിയ ക്ലാസ്സിന് എടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നവീകരണത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ. അച്ഛൻ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. അതായത് ഈ ഉത്കണ്ഠ മാറി എന്നുള്ളത്. ഞങ്ങൾ പലരും അച്ഛനെ പരിചയപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ കണ്ടിട്ടുള്ള കളത്തിലച്ഛൻ വളരെ സ്വസ്ഥനായ കളത്തിലച്ഛനാണ്. എന്ന് പറഞ്ഞാൽ അച്ഛൻ ആകുലത ഉണ്ടായിരുന്ന ഒരാളാണെന്ന് പോലും തോന്നാത്ത വണ്ണം ഞങ്ങൾക്ക് അച്ഛനോടുള്ള അടുപ്പവും ഒക്കെ മനസ്സിലാക്കി തന്ന അച്ഛൻ ഏത് സമയത്തും അച്ഛൻ വളരെ ശാന്തനും ഹൃദയത്തിലൊരു സ്വസ്ഥത അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഈ ദൈവവചന ഗ്രഹിച്ചതിൽ നിന്ന് അച്ഛന്, അല്ലെങ്കിൽ ഈ ധ്യാനത്തിൽ നിന്ന് അച്ഛന് കിട്ടിയ ഒരു കൃപ തന്നെയാണോ ഈ അച്ഛൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ശാന്തത? അത് വേറൊരു സംഭവം ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഗ്രൂപ്പിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ എന്നോടൊരാൾ പറഞ്ഞു ധ്യാനിപ്പിക്കാൻ വരാൻ പറഞ്ഞു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മുട്ടിന് സന്ധിവാതമായി, കൈയുടെ മുട്ടിന്.
അപ്പോൾ ഞാൻ വരികയില്ലെന്ന് പറഞ്ഞിട്ട് ആൾ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. അപ്പം ബസ്സിലിരുന്ന് ഞാൻ പറഞ്ഞു, എന്തൊരു പേര്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, മലപ്പുറമെ തൊമ്പച്ചനായിരുന്നു, എന്നോട് പറഞ്ഞു, അച്ഛനായാലും സഹിക്കുന്നുണ്ടല്ലോ, സന്തോഷം സഹിച്ചുകൂടെ എന്ന് എന്നോട് ചോദിച്ചു. അതിനെ സ്പർശിച്ചു. ഞാൻ ഏതായാലും സഹിക്കുന്നുണ്ടല്ലോ, സന്തോഷം സഹിക്കുന്നില്ല, ഞാൻ പിറുവിറുക്കുന്നുള്ള ചിന്ത എനിക്ക് മനസ്സിലാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു അത് മാറ്റണം. പിന്നെ ഞാൻ സഹനം വന്നാൽ ഒരിക്കലും പരാതിപ്പെടാറില്ല. വേദന ഉണ്ടെങ്കിൽ പോലും സാരമില്ല, ദൈവം അറിയുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് എടുത്തു. അങ്ങനെ എടുത്തത് കൊണ്ട് എനിക്ക് കുറേയുടെ വിശ്വാസം വർദ്ധിക്കാനിടയായി. എന്ത് സഹനം വന്നാലും അത് മാറുമെന്നൊരു ബോധ്യം, അല്ല സഹനം വന്നാലും മാറുമെന്നും അത് സഹിക്കാൻ സാധിക്കുമെന്നുള്ള ശക്തി എനിക്കിത് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, പിന്നെ ഈ വെജിറ്റേറിയൻ ആകാൻ പറഞ്ഞു. അതെന്നോട് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് വെജിറ്റേറിയൻ ആകുക. അപ്പം ഞാനിങ്ങനെ വീണ്ടും ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇറച്ചിയും മീനും മുട്ടയും പാലും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞിട്ട് എനിക്ക് തോന്നി. ഓക്കെ. വന്നതുപോലെ ഞാൻ ഇറച്ചിയും മീനും മുട്ടയും ഒന്നും കഴിക്കാതായി. പക്ഷേ അതോടെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷൻ അങ്ങോട്ട് കുറഞ്ഞു. കൂടുതൽ കുറയാനൊരു കാരണമായിട്ട് അതെടുത്തു. പിന്നെ ഭക്ഷണത്തെപ്പറ്റി എനിക്കുള്ള അസ്വസ്ഥതയൊക്കെ തീർന്നു. എന്ത് കഴിച്ചാലും കഴിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അല്ലെങ്കിൽ അച്ഛന് ഭക്ഷണം ഇഷ്ടമില്ലാത്തതും ഉള്ളതും ഒക്കെ അങ്ങനെയൊക്കെ അസ്വസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ വെജിറ്റേറിയൻ ആയതോടെ 3 കൊല്ലം ഞാൻ വെജിറ്റേറിയനായിട്ട് ജീവിച്ചു എന്നുള്ളതാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇനി ഭക്ഷണം ഇറച്ചിയെ കഴിച്ചോളാൻ പറഞ്ഞു. അത് ഈശോ തന്നെ പറഞ്ഞു. അതോടൊരു ഈ വെജിറ്റേറിയൻ ആയപ്പോഴേക്കും അസുഖം കുറയാൻ പറഞ്ഞു. പ്രാർത്ഥന മാത്രമല്ല, ഈ ക്രമീകരണം കർത്താവിന് ചെയ്ത് എനിക്ക് തന്നതാണ്. ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്താൽ ശരിയാവുന്നതിനോട് പറഞ്ഞതുകൊണ്ട് ഞാനത് വിശ്വസിച്ച് അത് ചെയ്തു. അപ്പോഴേക്കത് കുറയാൻ തുടങ്ങി. പിന്നീട് ഉടനെ പറയുമെന്ന് ഞാൻ പറയുന്നില്ല, പിന്നെയും കൊല്ലങ്ങളെടുത്ത് മാറാനായിട്ട്. പക്ഷേ എന്നോട് നേരത്തെ തന്നെ ഫിലോ ചേച്ചി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ രോഗം മാറുമെന്നുള്ള കാര്യം. ആ വിശ്വാസത്തിനുള്ളിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് കാത്തിരുന്ന് അവസാനമായപ്പോഴേക്ക് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് ആ രോഗം മാറി വലിയ അസ്വസ്ഥയില്ലാതെ പോകാനിടയായി. പിന്നീട് സംഗതി സൂക്ഷിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ തണുപ്പടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അസുഖം ഉണ്ടാകും. തണുപ്പുള്ള സമയം ഞാൻ സ്കൂളിൽ പ്രൊട്ടക്റ്റ് ജർമ്മനിയിലൊക്കെ പോയപ്പോൾ തണുപ്പുള്ള സമയത്ത് ഞാൻ കൂടുതൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു. കാരണം ചെറിയ തണുപ്പടിച്ചാൽ ഉടനെ വാദം, രക്തോട്ടം കുറയപ്പം വാദം രൂക്ഷമാകുമായിരുന്നു. ഏതായാലും പിന്നെ ഞാൻ സൂക്ഷിക്കും, തണുപ്പുള്ളത്തിൽ കുളിക്കാറില്ല, തണുപ്പതി അടിക്കാതിരിക്കാൻ നോക്കും. ആ രീതി സൂക്ഷിക്കുകയും പിന്നെ പ്രാർത്ഥനയും പിന്നെ ചെറിയ ഹോമിയോ മരുന്നുകളൊക്കെ കഴിച്ചതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ സഹകരിച്ചപ്പോഴാണ് പിന്നെ അതിനെ പറ്റി ദൈവം ഇടപെട്ടു. അതുകൊണ്ടാണ് എനിക്ക് സൗഖ്യം കിട്ടി. അതിൻ്റെ സാക്ഷ്യമാണ്. അച്ഛൻ പറഞ്ഞല്ലോ, അതായത് അച്ഛൻ ഈ ആദ്യത്തെ ധ്യാനം കൂടി, പിന്നീട് അച്ഛൻ കേരളത്തിലെ ധാരാളം ആളുകൾക്ക് പിന്നീട് ദൈവവചനം പകർന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി വ്യക്തികളെ അച്ഛൻ വിശ്വാസ ജീവിതത്തിൽ വളർത്താനായിട്ട് വ്യക്തിപരമായിട്ട് കൗൺസിലിംഗ് വഴിയും അച്ഛൻ്റെ നേതൃപാഠവും വഴിയും ഒക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. അച്ഛൻ്റെ ഒരു നവീകരണ ധ്യാനം കൂടാൻ പോകുമ്പോൾ ഉള്ള ആ തലത്തിൽ നിന്ന് അച്ഛൻ പടിപടിയായി വളർന്നിട്ടുണ്ട്. അച്ഛനിങ്ങനെ വ്യക്തിപരമായി ഈ ഒരു ഈശോ ബന്ധത്തിൽ വളരാൻ, അല്ലെങ്കിൽ ഒരു നവീകരണ അനുഭവത്തിൽ വ്യക്തിപരമായിട്ട് വളരാൻ അച്ഛൻ സ്വീകരിച്ച ചില മാർഗങ്ങൾ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ നവീകരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നത് അറിയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അറിയാനുള്ള മാർക്കോടെ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഓരോന്നും എടുക്കണം സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ മനസ്സിലാക്കി. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെയുള്ള ഓരോ സംഭവവും ആരെങ്കിലും എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നന്മ കിട്ടിയിട്ടുണ്ടെങ്കിൽ, വിഷമം വന്നിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കി. അതിനൊക്കെ നന്ദി പറയാൻ തുടങ്ങി. ഓരോ നന്മയും എല്ലാത്തിനും നന്മയായിട്ട് കണ്ടിട്ട് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് സ്വീകരിച്ച് ഞാൻ നന്ദി പറയാൻ പഠിച്ചു. അന്നേരം തന്നെ നന്ദി പറയുമോ അതോ പിന്നീട് എല്ലാം ചിലപ്പോൾ അന്നേരം തന്നെ നന്ദി പറയും, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നടന്നത്. ചിലപ്പോൾ നമ്മൾ ബസ്സേ കയറി കഴിയുമ്പോൾ ഒരു സീറ്റ് കിട്ടി, അതിന് ഒരു നന്ദി പറയും. ഞാൻ നിൽക്കുകയാണെങ്കിൽ പോലും ഞാൻ നന്ദി പറയും, നിൽക്കാൻ പറ്റുന്നല്ലോ ഒന്നും. ആ രീതിയിൽ ഞാൻ എടുത്തപ്പോൾ എനിക്കൊന്ന് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് മനസ്സിലായി. ഈ പോസിറ്റീവായിട്ട് മാത്രം കണ്ടാൽ പോരാ, ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനവും പോസിറ്റീവാണ്. പക്ഷേ അതേസമയം നെഗറ്റീവായിട്ട് വന്നാൽ പോലും നമുക്ക് നെഗറ്റീവായിട്ട് വന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ പോസിറ്റീവാണെന്ന് മനസ്സിലാക്കാനും അതിന് ഈശോയ്ക്ക് നന്ദി പറയാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എല്ലാം നന്മയായിട്ട് മാറാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ദൈവം എന്നെ സ്നേഹികളെ എപ്പോഴും ഇതിനെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. അതെനിക്ക് സന്തോഷമായി. ഒരിക്കൽ ഞാൻ പിന്നെ ഈ അമലാപുരി പള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്ന സമയത്ത് അത് നടക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെ ഈ കടച്ചക്ക നിൽപ്പുന്നു. ഞാൻ പറഞ്ഞു വിളഞ്ഞിരുന്നെങ്കിൽ അത് കഴിക്കാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, കറി വെച്ച് കൂട്ടാമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കടച്ചക്ക ഇഷ്ടമാണ്. പിറ്റേ ദിവസം ഞാൻ താമരശ്ശേരി ആരാനോടത്തിൽ ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഉച്ചയ്ക്ക് കടച്ചക്ക കറി വെച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മനസ്സിൽ കണ്ടൊരു സംഗതി പെട്ടെന്ന് ദൈവം അത് ചെയ്തല്ലോ എന്ന്. ഇതുപോലെ ഒത്തിരി സമയം ജീവിതത്തിലുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്നുള്ളതാണ്. അത് സ്നേഹത്തിൽ വർദ്ധിച്ചതിൻ്റെ ഒരു അടയാളം ഞാൻ ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന എനിക്ക് ബോധ്യം വന്നു.
പക്ഷേ അത് ഒരു പക്ഷേ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങളല്ല, എന്ത് കാര്യത്തിനും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ജീവിത ശൈലിക്ക് ദൈവം തന്നൊരു സമ്മാനമായിരിക്കില്ല? തീർച്ചയായിട്ടും ഞാൻ പറയും തീർച്ചയായിട്ടും ദൈവം അങ്ങനെയാണ് ചെയ്തത്. ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇത് നടക്കും. തീർച്ചയായിട്ടും എനിക്കത് ഉറപ്പാണ്. അല്ല, അച്ഛൻ്റെ ഈ ഒരു അത് പറയുമ്പോൾ തന്നെ വളരെയധികം ഞങ്ങൾക്കൊരു അനുഭവം തോന്നുന്നു. കാരണം പ്രാർത്ഥനാ രീതി നവീകരിക്കപ്പെട്ടു എന്ന്, അച്ഛൻ്റെ പ്രാർത്ഥനാ രീതി നവീകരിക്കപ്പെട്ടു. ഇന്ന് പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യമാണ് എന്ത് കാര്യത്തിനും ദൈവത്തിന് നന്ദി. അത് വചനം പോലും അങ്ങനെ പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. അത് അച്ഛനത് ചെയ്യാൻ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ആദ്യമൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെന്നുണ്ടായിരുന്നു, അനുഭവിക്കണമെന്നുണ്ടായിരുന്നു. ദൈവം സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ള മാർഗം ഞാൻ കണ്ടുപിടിച്ചതാണ് ഓരോ സംഭവത്തിലും ദൈവത്തിൻ്റെ സ്നേഹം, ഈശോയുടെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരാൻ എളുപ്പമുണ്ടല്ലോ എന്ന്. അത് നന്ദി പറയാനായിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ കിട്ടിയാണെങ്കിലൊക്കെ നന്ദി പറയും. ദൈവം ഒരാളെ നോക്കി എന്നെ ഒരിക്കലാണ്, ഒരാളെ നോക്കി ചിരിച്ചതായിരിക്കാം, നന്ദിയോടെ ഞാൻ എടുക്കും. ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയതായിരിക്കാം, യാത്രാ സൗകര്യം കിട്ടിയതായിരിക്കാം, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെയെല്ലാം ഞാൻ ദൈവത്തിൻ്റെ നന്മ കാണാൻ പഠിക്കുന്നുണ്ട്. ആ നന്മ ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് പരാതി പറയാനായിട്ട് പറ്റുകയില്ല, ഇല്ലാതായി. ഈ ദൈവവചന അച്ഛൻ എങ്ങനെയാണ് ദൈവവചനം വായിച്ചത് ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട്? എങ്ങനെയാണ് അച്ഛനൊരു വചന ജീവിതം? ഞാൻ കുഞ്ഞിലേ മുതൽ വചനം വായിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് 2 പ്രാവശ്യങ്ങളിൽ സമ്പൂർണ്ണ ബൈബിൾ വായിച്ച് തീർത്തിട്ടുണ്ട്. ഞാൻ നവ്യാനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുമ്പോൾ എല്ലാത്തിൻ്റെ എനിക്ക് എക്സ്പ്രഷനിലെ അടി വരയിടും. ഞാൻ വിചാരിക്കുന്നത് എന്നോട് ഈശോ സംസാരിക്കുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഈ വരയിടുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കും അതിനെപ്പറ്റി. ഓരോന്ന് വായിച്ച് കഴിയുമ്പോഴേക്ക് ഈശോനോട് സംസാരിക്കുന്നു. അപ്പോൾ അതൊരു സന്ദേശമായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയമാണെങ്കിൽ ഞാൻ ഈശോട് ചോദിക്കും, ഈശോയെ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ, ഒരു കാര്യം മനസ്സിലാക്കി തരണേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്തു കഴിഞ്ഞാൽ ഉടനെ എന്നെ പ്രത്യേക സന്ദേശം കിട്ടുമെന്നുള്ളതാണ്. അതായത് അച്ഛനിപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് വചനം തുറക്കുന്നു. ആ കിട്ടുന്ന വാക്യം വേർഡ് ഗിഫ്റ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ, എല്ലാവർക്കും കിട്ടണം നിർബന്ധമില്ല. അതിന് ഒരു വചന ഗിഫ്റ്റ് വേണം. അപ്പോൾ അത് പിന്നീട് കിട്ടിയതാണ്. അപ്പോൾ എന്നോട് ഈശോ സംസാരിക്കുന്നിട്ട് ഞാൻ എടുക്കുന്നത് ഓരോ കാര്യങ്ങൾ പോലും. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ വായിച്ച ഒരു ഭാഗം, ഈശോ നിങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊരു വാക്യം ഞാൻ വായിച്ചു. പൗലോസ്ലീഹ പറയുന്നൊരു വാക്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഈശോനെ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ അനുഭവിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നേ. ഈശോനെ സ്വന്തമാക്കി എന്നുള്ള, അപ്പോൾ എന്നോട് സംസാരിച്ചാണ് ഈശോ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ ജീവിക്കേണ്ടതല്ല എന്ന് എൻ്റെ ചോദ്യം. അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പം ചിന്തിക്കാൻ തുടങ്ങി, നമ്മളെ തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ സഹായിക്കും. അപ്പോൾ അതുപോലെ ക്ഷമിക്കുന്ന കാര്യം എന്തായാലും കൊള്ളാം, ഞാൻ ചിലപ്പോൾ ചിന്തിച്ച് നോക്കും, എനിക്കറിയാണ്ട് വെറുപ്പുണ്ടോ, അപ്പോൾ അതിനെ വായിക്കുമ്പോഴായിരിക്കും അത് കാണുന്നത്, ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഉടനെ തന്നെ സൂചന തരുന്നതുകൊണ്ട് എനിക്കത് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു പരിശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു സംഗതി എല്ലാ ദിവസവും ആത്മവിശ്വാസം നടത്തും എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഞാൻ പരിശോധിച്ച് നോക്കും. രാവിലെ മുതൽ ഈ സംരക്ഷണം വരെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അതിനകത്തുള്ള നന്മകൾ കണ്ടുപിടിച്ച് നന്ദി പറയും, തിന്മകൾക്ക് മാപ്പി ചോദിക്കും, പ്രതിജ്ഞ എടുക്കും, നാളെ കുറച്ച് സൂക്ഷിക്കാമെന്നൊക്കെ പറയും. ആ രീതിയിലൊരു പോക്ക് ഞാൻ പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം നടത്തണം. പണ്ട് ഇവിടെ ആധ്യാത്മികന്മാർ പറഞ്ഞ സംഗതിയാണ്. അങ്ങനെ പോയാൽ നമുക്ക് കുറച്ചുകൂടി വളരാനായിട്ട് എളുപ്പമുണ്ട്. ഓരോ ദിവസം നമ്മൾ പരിശോധിച്ച് നോക്കി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തെറ്റും ശരിയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അന്ന് മുതൽ ഇന്നും തുടരുന്നില്ല. അത് കുറച്ചാൾ കഴിഞ്ഞിട്ട് കിട്ടിയതാണ്. തുടരുന്ന കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിൽ വളരാൻ, അല്ലെങ്കിൽ ദൈവസ്നേഹാനുഭവത്തിൽ വളരാൻ ഇതുപോലെ പ്രാർത്ഥന, പിന്നെ അതുപോലെ വചനജീവിതം, ഇതോടൊപ്പം തന്നെ പറയുന്ന ഒന്നാണ് കൂട്ടായ്മ. അച്ഛന് അങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെ ഒപ്പം നിന്നായിരിക്കില്ലേ അച്ഛൻ്റെ? ഞാൻ ആദ്യകാലത്ത് അങ്ങനെയാണ് വളർന്നത്. ആദ്യകാലത്ത് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അച്ഛന്മാരും അതോ അൽമാരും ഒക്കെ ഉള്ള ഒരു കൂട്ടായ്മ. അച്ഛൻ്റേതാകുന്ന ഒരു കൂട്ടായ്മ. അച്ഛൻ്റെ കാരണം അപ്പോൾ അവിടെ സംസാരിക്കാൻ ഷെയർ. ആദ്യകാലത്ത് നല്ല എളുപ്പമായിരുന്നത്. പിന്നത്തെ ഇപ്പം പ്രയർ ഗ്രൂപ്പൊക്കെ വളരെ ശോഷിച്ചു പോയത് കൊണ്ടും അനുഭവം കുറഞ്ഞവരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട ആദ്യത്തെ ഈ കൂട്ടായ്മയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മലയപ്പറമ്പിൽ തൊമ്മച്ചായനും ഇവരൊക്കെ കൂടുന്നതായിരുന്നു. ആ കൂട്ടായ്മയിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും അന്നേരം സംഭവിക്കുന്നത്? ഈ കൂട്ടായ്മയിൽ പങ്കുവയ്ക്കലാണോ, പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയുണ്ട്, പങ്കുവയ്ക്കലുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കലുണ്ട്. ഓരോരുത്തരെയും പറ്റി നമ്മൾ കേൾക്കും.
ഒരാൾക്ക് സമർപ്പിച്ച ശേഷം അയാളെ പറ്റി എന്ത് പറയുന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ കുറേ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വലിയ അനുഭവം ഞാൻ കൊണ്ടായിരുന്നു. ആദ്യത്തെ കൂട്ടായ്മ എപ്പോഴും അതായിരുന്നു. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോകുക മാത്രമല്ല, ഈ പങ്കുവയ്ക്കൽ, പ്രത്യേകിച്ച് ഈശോ എന്നോട് ഈ മറ്റുള്ളവരുടെ എന്നോട് എന്ത് പറയുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരിലൂടെ ഈ കൂട്ടായ്മയിലൂടെ ഈശോ എന്നോട് എന്ത് പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരിക്കൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, അച്ഛൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചാച്ചനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കുറച്ചാൾ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചാച്ചൻ്റെ കാലയിൽ വിരലിൽ എന്തോ കെട്ടി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, വിരൽ കല്ലേ തട്ടിയതാണ്, അതുകൊണ്ട് ഇച്ചിരി കോളിനോസ് വെച്ച് കെട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു. കോളിനോസ്. അപ്പം ഞാൻ പറഞ്ഞത് അബദ്ധമാണ്. എനിക്ക് പെട്ടെന്ന് ഈ സന്ദേശം ഞാൻ ഓർത്തു. ഉടനെ ഞാൻ അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ കാണിച്ച് നന്നായി. തീർച്ചയായും. ഏതായാലും ഉടനെ ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ എല്ലാം കഴുകി വേറെ മരുന്നൊക്കെ വെച്ച് കെട്ടി ഏതായാലും സൂപ്പ് പ്രാപിച്ചു. അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം അന്ന് എന്നോട് പറഞ്ഞത് കൊണ്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അത് ഈ കൂട്ടായ്മയിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടത്. അപ്പം അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അത്. തീർച്ചയായിട്ടും. യാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഉദാഹരണമായിട്ട് പറഞ്ഞ് ഞാൻ ചെയർമാനായത് തന്നെ സന്യാസത്തിലൂടെ എനിക്ക് കിട്ടിയത്. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ചിലപ്പോൾ ഒരു ഉന്നത സ്ഥാനം കിട്ടാൻ പോകുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒന്നും കിട്ടാൻ എനിക്കില്ലല്ലോ ഞാൻ വിചാരിച്ചു. അന്ന് വേറൊരിക്കൽ പ്രാർത്ഥിച്ചപ്പോൾ ഫിലോച്ചൻ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ അടുത്ത ചെയർമാൻ അച്ഛനായിരിക്കാം. അതുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലൊന്നും പറഞ്ഞില്ല, കാരണം എനിക്കറിയാമായിരുന്നു സംഭവിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യം മുൻകൂട്ടി പല കാര്യം എന്നെ ഇങ്ങനെ അറിയിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് എപ്പോഴും ആ കൂട്ടായ്മയുടെ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടായ്മയുടെ കൂടെ നിന്നാണ് ആത്മാവിൽ വളർന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മ എനിക്കിഷ്ടമായിരുന്നു. ഓക്കെ. അപ്പോൾ അച്ഛൻ ശരിക്കും അച്ഛൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും, അതായത് അച്ഛൻ്റെ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ ഈ വചന ജീവിതം, ഒപ്പം കൂട്ടായ്മയുടെ ജീവിതം, ഇത് തന്നെയാണ് അച്ഛനെ ആത്മാവിൽ വളർത്തിയത് എന്ന് അച്ഛൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കത് മനസ്സിലാകുന്നു. കാരണം അച്ഛൻ പിന്നീട് അച്ഛൻ്റെ ജീവിതത്തിൽ ഞങ്ങളും അത് കണ്ടിട്ടുണ്ട്. അച്ഛനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ. അച്ഛൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് അച്ഛൻ എല്ലാത്തിലും നന്ദി പറയുന്ന അച്ഛൻ്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതം, അതൊക്കെ അനുകരണീയം തന്നെയാണ്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അച്ഛൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ ധാരാളം പേർക്ക് പ്രചോദനം ഏകട്ടെ എന്ന് ഈ സമയം ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ ഈ വിലയേറിയ അനുഭവങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് എല്ലാ ശാലവും പ്രേക്ഷകരുടെ പേരിലും അച്ഛനെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകുവാൻ വിളി ലഭിച്ച ഈ ഇടയൻ്റെ പങ്കുവയ്ക്കലുകൾ തുടരും. നവീകരണത്തിൻ്റെ വിശുദ്ധിയും സമർപ്പണവും തെല്ലും കെടാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജോർജ് അച്ഛൻ ഇന്നും നമുക്ക് മുൻപിലൂടെ സഞ്ചരിക്കുന്നു. വ്യക്തമായ ബോധ്യങ്ങളും തിരിച്ചറിവുകളും നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള തീക്ഷ്ണത, വരദാനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം, നവീകരണത്തിൻ്റെ ചൈതന്യം, ഇതെല്ലാം ഈ വൈദികനെ വ്യത്യസ്തനാക്കുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിൽ കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും തളരാത്ത മനസ്സിൻ്റെ യുവത്വവുമായി കളത്തിലച്ചൻ നമുക്ക് മാതൃകയാകുന്നു. ആരെനിക്കായി പോകും പാതുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകില്ലെന്നേ ഒരു നാളും അകറ്റുകില്ലെന്നേ കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും പാതുവാനെൻ
സാക്ഷ്യം ഞാൻ നിനക്കായി